സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ നന്മയാൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ വചനത്തിലെ അത്ഭുതം കാണുവാനും അത് ധ്യാനിക്കുവാനും അവിടുത്തെ കൃപയിൽ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു മിശിഹാ മൂലം യാചിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ ഈസ്റ്റ് കേരള മഹായുടെ അധ്യക്ഷൻ VS ഫ്രാൻസിസ് തിരുമേനി, പീരുമേട് ജില്ലാ ചെയർമാൻ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള AT ജോണച്ചൻ, പീരുമേട് ജില്ലയിലെ സഹവൈദികരെ, സഭാ ശുശ്രൂഷകരെ, ഈ പീരുമേട് സഭാ ജില്ലാ കൗൺസിലിലെ സമാജികരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സർവശക്തനായ എനിക്ക് ദൈവം നമ്മെ സഹായിച്ച ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നാം മഹാടവയായി ചിന്തിക്കുന്ന ചിന്താവിഷയം ശക്തിപ്പെടുവീൻ, പോരാടുവീൻ എന്നുള്ളതാണ്. ദൈവവചനത്തിൽ ശക്തിപ്പെടുകയും സാത്താനോടും അതിൻ്റെ തന്ത്രങ്ങളോടും പോരാടുവാനുമുള്ള കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളാണ്. അതിൽ 8-ാം വാക്യം ഇപ്രകാരമാണ് നമ്മെ ഓർപ്പിക്കുന്നത്: മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായി ഇരിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ്. മീഖാ പ്രവാചകൻ ചെറിയ പ്രവാചക പുസ്തകത്തിലെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രവചനമാണ്. 7 അധ്യായങ്ങളിലായി 105 വാക്യങ്ങളാണ് മീഖാ പ്രവചനത്തിൽ നാം കാണുന്നത്. അതിൽ 6-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നതായ സംസ്കാരവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ വേദഭാഗം നാം പഠനം നടത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നതായ 2 ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവിക സ്വഭാവം മനസ്സിലാക്കുക. മറ്റൊന്ന്, ദൈവിക ഉദ്ദേശം അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവിക സ്വഭാവം മനസ്സിലാക്കുക, മറ്റൊന്ന് ദൈവിക ഉദ്ദേശം അനുസരിക്കുക. ഈ 2 ചിന്തകളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ പ്രവാചകൻ അന്ന് നിലനിന്നിരുന്നതായ മനുഷ്യൻ്റെ ആചാരപരമായിരിക്കുന്ന പ്രമാണങ്ങളെയും വ്യവസ്ഥിതികളെയും 4 ചോദ്യങ്ങളിലൂടെ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ ഇവിടെ 4 ചോദ്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നതായ സംസ്കാരത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവശാസ്ത്ര പഠിതാക്കള് ഇതിനെ കൾട്ട് എന്ന വാക്കാണ് ഉപയോഗിച്ച് പഠനം നടത്തുന്നത്. ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അർപ്പിക്കുന്നതായ വഴിപാട്, അതിന് കർബാൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുർബാന എന്ന് നമുക്ക് ഇന്ന് അതിനെ മനസ്സിലാക്കുവാൻ കഴിയും. മുഴുവനും ദഹിച്ച് അതിൻ്റെ സൗരഭ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അതാണ് ഹോമയാഗമായി നാം കാണുന്നത്. ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി യാഗമർപ്പിക്കുക, ദൈവപ്രസാദത്തിന് വേണ്ടി വഴിപാട് അർപ്പിക്കുക, ഇത് വേദപുസ്തകത്തിൽ നാം കാണുന്നതാണ്. പലപ്പോഴും ഈ വഴിപാടുകളുടെ ചരിത്രം അനങ്കരവും
അതുപോലെ തന്നെ അനുഗ്രഹം ലഭിക്കാതിരിക്കുന്ന സാഹചര്യവും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവപ്രസാദത്തിനായി ദിനംതോറും അർപ്പിക്കുന്നതായ ഹോമയാഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11, ഇവിടെയൊക്കെയും ഹോമയാഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ മീഖാ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ യാഗങ്ങളിൽ പ്രസാദിക്കുന്നതായ ഒരു ദൈവത്തെ കുറിച്ചല്ല, മറിച്ച് മനുഷ്യനെ വീണ്ടെടുക്കുന്നതായ, വീണ്ടെടുപ്പ് പ്രക്രിയയിൽ നിലനിൽക്കുന്നതായ ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് കാണുവാൻ കഴിയും. ദൈവം വീണ്ടെടുപ്പുകാരനാണ്. വീണ്ടെടുപ്പിന് വില കൊടുക്കുവാൻ മനുഷ്യന് കഴിയുന്നതല്ല, അല്ലെങ്കിൽ ആർക്കും കഴിയുന്നതല്ല. ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, 4 ചോദ്യങ്ങൾ പ്രവാചകൻ ഈ വേദഭാഗത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം പ്രകാരമാണ്: എന്തുകൊണ്ടാ ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെല്ലേണ്ടു? അത്യുന്നതനായ ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടുന്നത് എന്തുകൊണ്ട് ചെന്നാണ് ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടുന്നത്? ഞാൻ കൊണ്ടു ചെല്ലേണ്ടുന്നതായ ഈ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിലായിരിക്കാം പ്രവാചകൻ ചോദ്യം ചെയ്യുന്നത്. മനുഷ്യന്റെ സ്വഭാവത്തിൽ ദൈവത്തെ വിലയിരുത്തുമ്പോൾ ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. മനുഷ്യൻ മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യന്റെ രൂപവും ഭാവവും നൽകി, അല്ലെങ്കിൽ പ്രതിമയാക്കി നിർത്തിക്കൊണ്ട് ദൈവത്തിന് മുമ്പാകെ ഇന്ന കാര്യങ്ങൾ കൊണ്ടു ചെല്ലാമെന്ന് കരുതുന്നു എങ്കിൽ അമ്പേ പരാജയപ്പെട്ടു പോയി. വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ മനുഷ്യന് സാധ്യമല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം: ഞാൻ ഹോമയാഗങ്ങളോടുകൂടെ 1 വയസ്സായ പ്രായമുള്ളതായ കാളക്കിടാവിനോടുകൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. നമുക്കറിയാം, 50-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 8-9 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്: നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കയില്ല, നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. 9-ാം വാക്യം പറയപ്പെടുന്നത്: നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റനേലോ ഞാൻ എടുക്കുകയില്ല. അതിന് കാരണമൊക്കെയും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കാട്ടിലെയും മലകളിലെയും ആടുകളും പക്ഷികളൊക്കെയും എൻ്റേതാണ് എന്നാണ് ദൈവം പറയപ്പെടുന്നത്. 50-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാം വാക്യം പഠിക്കുമ്പോൾ: ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്റെ രക്തം കുടിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ദൈവത്തിന് ആവശ്യമുള്ളതല്ല. ഇതൊക്കെയും പാരമ്പര്യങ്ങളായിട്ട് വന്നിരിക്കുന്നതായ കൾട്ടിന്റെ ഒരു ഭാഗമായി മാത്രമാണ് നിൽക്കുന്നത്. ദൈവത്തിന് എന്താണ് സമർപ്പിക്കേണ്ടുന്നത്? ആ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. വീണ്ടും പ്രവാചകൻ ചോദിക്കുന്ന ആ ചോദ്യം: 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? ആട്ടുകൊറ്റന്മാരുടെ ചോരയിലും തൈലത്തിന്റെ വാസനയിലും പ്രസാദിക്കുന്നതായ ദൈവത്തേലാണ് ജനം വിശ്വസിച്ചിരുന്നത്. അല്ലെങ്കിൽ വിജാതീയമായിരിക്കുന്ന സംസ്കാരത്തിൽ അവർ കടന്നു വന്നിരിക്കുന്നതായ മറ്റ് ഇതര ജനസമൂഹങ്ങൾ ജീവിച്ചതായ സമൂഹം അപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട് ഇതൊക്കെയും ദൈവത്തിന് പ്രസാദമാണ് എന്ന് പഠിച്ച് ദൈവാരാധന നടത്തിയിരുന്നതായ ഒരു സമൂഹം, ആ സമൂഹത്തോടാണ് പ്രവാചകൻ ചോദിക്കുന്നത്. 4-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: എന്റെ അതിക്രമത്തിനു വേണ്ടി എന്റെ ആദിജാതനേലും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കാമോ? അതായത് മനുഷ്യക്കുരുതികളൊക്കെയും പാപപരിഹാരത്തിനായും ദൈവപ്രസാദത്തിനു വേണ്ടിയും മനുഷ്യക്കുരുതികൾ കൊടുക്കുന്നതായ ഈ കാലഘട്ടം അന്നും ഈ സംഭവമൊക്കെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നാം അധിവസിക്കുന്നതായ വിദ്യാസമ്പന്നമെന്ന് പറയപ്പെടുന്നതായ നമ്മുടെ നാട്ടിൽ പോലും ദൈവപ്രസാദത്തിന് വേണ്ടി മനുഷ്യക്കുരുതികൾ കൊടുക്കുന്നത് നാം ദിനപത്രങ്ങളിലൂടെ വായിക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ചിലതൊക്കെയും ദൈവം മനുഷ്യനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയപ്പോൾ, ദൈവത്തിൽ നിന്ന് മാറി ദുഷ്ടനോട് കൂട്ടുകൂടിയപ്പോൾ, പാപത്തിന്റെ കരാളകസ്ഥത്തിൽ വീണു.
അവിടെ നിന്ന് വീണ്ടെടുക്കുകയാണ് ദൈവം ചെയ്യുന്നത്. പ്രവാചകൻ ഈ ഭാഗങ്ങളിലൂടെ എല്ലാം ദൈവത്തിന്റെ വീണ്ടെടുപ്പാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. നാം കെട്ടിപ്പടുക്കുന്നതോ, നാം കൃഷി ചെയ്തുണ്ടാക്കുന്നതോ, നാം വളർത്തുന്നതോ ആയ ആടുമാടുകളിലും പക്ഷി മൃഗാദികളിലും കായികനികളിലൊന്നും പ്രസാദിക്കുന്ന ദൈവത്തേലല്ല തിരുവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെ വ്യക്തമായി ദൈവം അതിന് ആൻസർ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പഠിക്കുമ്പോൾ കായീനോട് ദൈവം പറയപ്പെടുന്ന വാക്കുകളുണ്ട്. ദൈവപ്രസാദത്തിന് വേണ്ടി ഒരൊറ്റ കാര്യമേ പറയപ്പെടുന്നുള്ളൂ, നന്മ ചെയ്യുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നീ നന്മ ചെയ്യുക. ദൈവപ്രസാദം കിട്ടാതെ വ്യാകുലനായി കുപിതനായിരിക്കുന്നതായി കായീനോട് ദൈവം പറയപ്പെടുന്നു, നീ നന്മ ചെയ്യുക, എന്നാൽ ദൈവപ്രസാദം നിനക്കുണ്ടാകും. ഒറ്റ കാര്യം മാത്രമേ ദൈവം പറയുന്നുള്ളൂ, ഞാനും നിങ്ങൾ മറന്നു പോകരുതേ. മറ്റെല്ലാം കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നതാണ്, മനുഷ്യന്റെ മാനുഷികമായ സ്വഭാവത്തിൽ കണ്ടെടുത്തിരിക്കുന്നതാണ്. അതിനോട് വിട പറഞ്ഞുകൊണ്ട് നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവിക സാദൃശ്യം വീണ്ടെടുക്കുന്നതായ ദൈവിക ഉദ്ദേശം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന് താൻ കൊടുത്തിരിക്കുന്ന ദൈവ സാദൃശ്യവും ദൈവ സ്വഭാവവും അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. അത് മനുഷ്യൻ വീണ്ടെടുക്കണം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മീഖ 6-ാം അധ്യായം 8-ാം വാക്യം പറയപ്പെടുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായി ഇരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ യഹോവ എന്താണ് നിന്നോട് ചോദിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയപ്പെടുന്നു, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ. ഇത് നിലനിൽക്കുവാൻ കഴിയുന്നതായ സമൂഹം മാത്രമാണ് വികലതയെ പരിഹരിക്കുന്നതായ സമൂഹം എന്ന് നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. അല്ലാത്തതായ സമൂഹമെല്ലാം വികലമായിരിക്കുന്ന സമൂഹമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്നും ഇന്നും മനുഷ്യൻ മതങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് ചിലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവപ്രസാദം ഉണ്ടാകുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ വഴിപാട് നടത്തിയാൽ ദൈവപ്രസാദം ഉണ്ടാകുമെന്നുള്ളതാണ്, ചില നേർച്ചകൾ നേർന്നാൽ ദൈവപ്രസാദം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ദൃഷ്ടാന്തമാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ കാണുന്നത്. കായീൻ നിലത്തിലെ അനുഭവം കൊണ്ട് യഹോവയ്ക്കൊരു വഴിപാടർപ്പിച്ചു. ഹാബേലോ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചു എന്നാണ് പറയുന്നത്. 4-ാം അധ്യായം 7-ാം വാക്യം കായീനോട് പറയപ്പെടുന്നു, നീ നന്മ ചെയ്യുന്നു എങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാകും. നന്മ എന്ന് പറയപ്പെടുന്നതിൻ്റെ ആത്യന്തികത നാം കാണുവാൻ കഴിയുന്നത് ഇവിടെയാണ്. സഹോദരനെ കൊല്ലുവാൻ തക്കവണ്ണം കായീൻ സഹോദരനോട് വിളിക്കുമ്പോൾ വയലിലേക്ക് തൻ്റെ സഹോദരനോട് കൂടെ പോകുന്നതായ ഹാബേലിനെ കാണുവാൻ കഴിയും. മരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ബലിക്ക് വേണ്ടി താൻ കടന്നു പോകുന്നു എന്നറിയാതെ കടന്നു പോകുന്നതായ ഹാബേലിനേലാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമുക്ക് പഠിപ്പിക്കുന്നത്. നന്മയുടെ ആത്യന്തികമായിരിക്കുന്ന ഒരു പ്രതീകം. മരിക്കേണ്ടി വന്നാലും സഹോദരനോടുകൂടെ പോകുവാൻ കഴിയേണ്ടിയിരിക്കുന്നു. മരിക്കേണ്ടി വന്നാലും സഹോദരനോടുകൂടെ പോകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ യേശുവിൻ്റെ ക്രൂശ് മരണവും നമ്മെ കാണിക്കുന്നത് തന്നെയാണ്. മരിക്കുവാൻ തക്കവണ്ണം സഹോദരങ്ങളോടൊപ്പം കടന്നു പോകുന്നതായ ക്രിസ്തുവിനെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. വഴിപാടുകൾക്കപ്പുറമായി നന്മയാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. വഴിപാടുകൾക്കപ്പുറമായി നന്മയുടെ ചിത്രമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, പാപത്തിന്റെ ആഗ്രഹം നിന്നോടാണ്, അതിനെ കീഴടക്കുവാൻ നിനക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവം കായീനോട് പറഞ്ഞിരിക്കുന്നതാണ്,
പാപത്തിന്റെ ആഗ്രഹം പലപ്പോഴും നിന്നോടാണ്. നീ ആ പാപത്തെ കീഴടക്കണം. മീഖാ പ്രവാചകൻ പറയപ്പെടുന്നു, ദൈവത്തിന്റെ ഉദ്ദേശം 3 കാര്യങ്ങള് ഈ വാക്യത്തിൽ മീഖാ നമ്മെ പഠിപ്പിക്കുകയാണ്. 1, ന്യായം പ്രവർത്തിക്കുക. 2, ദയാതൽപരനായി ഇരിക്കുക. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. 1, ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായി ഇരിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഈ വാക്യത്തെ നാം 1-ാം സങ്കീർത്തനവുമായി കൂട്ടിപ്പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം 1-ാം സങ്കീർത്തനം 1-ാം വാക്യം പഠിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികൾ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതിൽ 1-ാമത്തെ കാര്യം പറയട്ടെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാൻ നിനക്ക് കഴിയണം. അല്ലെങ്കിൽ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാൻ നിനക്ക് കഴിയണം. 2-ാമത്, പാപികളുടെ വഴി നിൽക്കാതെ ന്യായം പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയണം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദയാതൽപരനായി ഇരിക്കുവാൻ നിനക്ക് കഴിയണം. ഇവിടെയാണ് ദൈവപ്രസാദം പ്രാപ്യമാകുന്നത്. 1-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്, എങ്കിൽ നീ ആറ്റിരിത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മെക്കുറിച്ച് ഇത് തന്നെയാണ്. ആറ്റിരിത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഞാനും നിങ്ങളും ആയിരിക്കണം. 2 കാര്യങ്ങൾ മറന്നു പോകരുത്. 1, ഒരിക്കലും ഇലവാടാതിരിക്കണം. ഇലവാടാതിരിക്കുക എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു വൃക്ഷം ഇലവാടാതിരുന്നാൽ അതിന്റെ ചുവട്ടിൽ അനേകർ വരും, പക്ഷികൾ വരും, വഴിയാത്രക്കാരിരിക്കും, ആശ്വാസത്തിന് വേണ്ടിയിരിക്കും. മറ്റൊന്ന്, ഫലമുണ്ട് എങ്കിൽ വഴിയാത്രക്കാരനും എനിക്കും നിങ്ങൾക്കും അത് ആഹാരമായി തീരും. അതുകൊണ്ട് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുവാനും മറ്റുള്ളവർക്ക് തണൽ കൊടുക്കുവാനുമാണ്. ഈ യാഥാർത്ഥ്യം മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 16-ാം വാക്യം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ഫലം പുറപ്പെടുവിക്കണം. അതിനുവേണ്ടിയാണ് നാം ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിച്ചുകൊണ്ട് ശക്തിപ്പെടണം. മാത്രമല്ല, ദുഷ്ടനോട് പോരാടുവാനുള്ളതായ ആത്യന്തികമായ ഒരു ശക്തി നേടണം. അതിന് ഈ പീരുമേട് ജില്ലാ കൗൺസിൽ ഇടയാകട്ടെ. അപ്രകാരം നമ്മുടെ ചിന്തകള് ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സഭകളുടെയും ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും സ്വാർത്ഥ ചിന്തകളാൽ സാമൂഹ്യ ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നു. കഴിഞ്ഞ 3 മാസങ്ങളിൽ എസ്റ്റേറ്റിൽ കൊഴുന്തെടുക്കുന്ന തൊഴിലാളികൾക്ക് കൂലിയില്ല. അവർ കണ്ണുനീര് പൊഴിക്കുമ്പോൾ മുതലാളിമാർ ലക്ഷക്കണക്കിന് വിലയുള്ളതായ പുതിയ വാഹനങ്ങൾ വാങ്ങി അറുമാദിക്കുന്ന ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. എവിടെയാണ് നീതിയും ന്യായവും ദയയും നിലനിൽക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. സഹോദരനോട് വെറുപ്പും അവഗണനയും സൂക്ഷിക്കുന്നവർ എത്ര പ്രാർത്ഥിച്ചാലും എത്ര വഴിപാടുകൾ അർപ്പിച്ചാലും അത് ദൈവത്തിന് പ്രസാദമാകുകയില്ല. അവരിൽ നിന്നൊക്കെ ഈ ദൈവം അദൃശ്യനാണെന്ന കാര്യം മറന്നു പോകരുത്. ഇന്ന് ഭക്തി ഒരു വ്യവസായമായി തീർന്നിരിക്കുകയാണ്. പ്രാർത്ഥനയും വഴിപാടും സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ദൈവസാദൃശ്യത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തെ പലപ്പോഴും ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും തിരിച്ചെടുത്തുകൊണ്ട് ശക്തിപ്പെടുവാനും പോരാടുവാനും നമുക്ക് സാധിക്കണം. അതിന് ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണമായി വരമേൽപ്പിക്കാം. ഈ വചനത്താൽ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എന്നെയും നിങ്ങളെയും ആശീർവദിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.